ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ജനുവരി 22-ന് എല്ലാ ശ്രദ്ധയും ആ തീയതിയിലേക്കായിരുന്നു. ശബരിമല കേസിൽ കോടതി എന്തു പറയും എന്നുള്ളതായിരുന്നു. ആ കേസ് ആ തീയതിയിൽ പരിഗണിക്കില്ല എന്നത് തന്നെ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറുകയുമാണ്. ശരത്, തീർച്ചയായും ജനുവരി 22-ാം തീയതിയിലേക്ക് തന്നെയായിരുന്നു എല്ലാ കണ്ണുകളും. കാരണം ശബരിമലയിൽ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് യുവതീ പ്രവേശനത്തിന് സാധ്യതയുണ്ടെന്ന് അഭിഭാഷകരൊക്കെ ആവർത്തിച്ച് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴും എല്ലാ വിഷയങ്ങളും ജനുവരി 22-ന് പരിഗണിക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ അഭിഭാഷകനായ മാത്യൂസ് നെടുമ്പാറ ഈ കേസ് സുപ്രീം കോടതിയിൽ പരാമർശിച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 22-ാം തീയതി ശബരിമല കേസിൽ വാദം നടക്കാൻ സാധ്യതയില്ല എന്ന കാര്യം. പുനഃപരിശോധനാ ഹർജികൾ 5-അംഗ ബെഞ്ച് തുറന്ന കോടതിയിൽ അന്നേ ദിവസം പരിഗണിക്കില്ല. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതുകൊണ്ടാണ് ഈ ഒരു തീരുമാനം. ഏതായാലും ശബരിമല കേസ് മണ്ഡലകാലം കഴിയുന്ന ഉടൻ തന്നെ കോടതി പരിഗണിക്കുകയാണെങ്കിൽ എല്ലാ വിഷയവും വളരെ അടിയന്തര സ്വഭാവത്തോടു കൂടി തന്നെ ഈ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുമെന്നാണ് കരുതിയിരുന്നത്. ഇനിയിപ്പോൾ കോടതി തന്നെ ഈ നടപടികൾ വൈകിപ്പിക്കുകയാണ്. നടപടികളിൽ അനന്തമായ കാലതാമസം വീണ്ടും ഉണ്ടാകുമോ, അപ്പോഴേക്കും ശബരിമല വിഷയമൊക്കെ തണുക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ പ്രസക്തമായി മാറുന്നുണ്ട്. ഇന്നിപ്പോൾ ശബരിമല കേസ് സുപ്രീം കോടതിയിൽ പരാമർശിച്ച അഭിഭാഷകൻ മാത്യു നെടുമ്പാറ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോടു കൂടി ഇക്കാര്യങ്ങൾ ചോദിക്കാം. ഏതായാലും ശ്രീ മാത്യൂസ്, ഇപ്പോൾ താങ്കൾ കേസിന്റെ കാര്യം പരാമർശിച്ചപ്പോൾ എന്താണ് ചീഫ് ജസ്റ്റിസിൽ നിന്നും കൃത്യമായി ഉണ്ടായിരിക്കുന്ന മറുപടി? ഞങ്ങൾ ആവശ്യപ്പെട്ട വീഡിയോ റെക്കോർഡിംഗ് പ്രൊസീഡിങ്സ്, ഹിയറിംഗും അതുപോലെ ലൈവ് ടെലികാസ്റ്റും അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ആ പെറ്റീഷൻ ചീഫ് ജസ്റ്റിസിൻ്റെ ശ്രദ്ധപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇപ്പം ജോവിയൽ മൂഡിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു 22-ാം തീയതി കേസ് കേൾക്കുന്ന എന്താ ഉറപ്പ്? അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ അദ്ദേഹം തന്നെയാണല്ലോ 22nd ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ബെഞ്ച് ജഡ്ജി ഇല്ലെങ്കിൽ എങ്ങനെ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കും? ഞാൻ തുടർന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയ്ക്ക് മെഡിക്കൽ ലീവിലാണ്. അപ്പം മിസ്സസ് ഇന്ദു മൽഹോത്ര ഇല്ലാതെ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും പുതിയ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് എല്ലാം അന്നേരം നമുക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അതായത് 22-ാം തീയതിയിലേക്കായിരുന്നു വിശ്വാസികളും സർക്കാരും എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ തീയതി മാറിയിരിക്കുകയാണ്. അതായത് ഒരു അടിയന്തര സ്വഭാവത്തോടെ ഈ ഹർജികൾ പരിഗണിക്കില്ല എന്നൊരു സൂചനയായി കൂടി ഇതിനെ വിലയിരുത്തണമോ? അയ്യോ, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കോടതി കാര്യത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടെ വേണമല്ലോ ഞാൻ സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരിക്കലും പറയാനൊക്കത്തില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ഇനി അടുത്ത മകരവിളക്കിന് ഇപ്പുറം മണ്ഡലകാലത്തിന് ഇപ്പുറം അത് ചെയ്യുമായിരിക്കും. തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ഇഷ്യൂസിനൊരു തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണമല്ലോ, തീരുമാനം ഉണ്ടാകണമല്ലോ. അങ്ങനെ ഡിലേ വരികയാണെങ്കിൽ ഞങ്ങൾ തന്നെ വീണ്ടും മെൻഷൻ ചെയ്യും. ഇപ്പോൾ ഓടിക്കൂടി ഒന്നും മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വെയിറ്റ് ചെയ്യാം. ഫെബ്രുവരിയിലോ മാർച്ചിലോ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ഈ അടുത്ത കാലത്ത് ഈ കേസ് പരാമർശിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞ കാര്യം ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യൽ അല്പം പ്രയാസമുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ കാലതാമസം ഉണ്ടാകുമെന്നുള്ളതാണ്. അത് അയോധ്യ കേസിലായാലും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഭരണഘടനാ ബെഞ്ച് വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഏതാണ്ട് 2-3 ആഴ്ചത്തേക്കാണ് കേസ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ കാലതാമസത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ചിലപ്പോഴൊക്കെ, അല്ലേ? അല്ല, അങ്ങനെ കാലതാമസം വരികയാണെങ്കിൽ, പക്ഷേ കാലതാമസം അങ്ങനെ ചീഫ് ജസ്റ്റിസ് ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരുപാട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇത്ര ജഡ്ജിമാരല്ലേ ആകെയുള്ളൂ. 5 പേര് പോയി കഴിഞ്ഞാൽ പിന്നെ കോടതിയുടെ മറ്റ് സാധാരണയുള്ള ഫംഗ്ഷനിങ്ങനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. അത് ചീഫ് ജസ്റ്റിസ് തീർച്ചയായിട്ടും അതിൻ്റെ പ്രാധാന്യത്തോടെ അത് പരിഗണിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എത്ര വേഗം ജാനുവരിയിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഫെബ്രുവരിയിലാകാം, മാർച്ചിലാകാം. അങ്ങനെ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനകത്ത് ഒരുപാട് ഡിലേ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അത് വീണ്ടും ചീഫ് ജസ്റ്റിസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. തീർച്ചയായും ശരത്, അതാണ്. അതായത് അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം ജനുവരി 23-ന് പരിഗണനയ്ക്ക് വരുന്നില്ല സുപ്രീം കോടതിയിൽ എന്നതാണ് വലിയ കാര്യം. അതിനൊരു കാരണമായിരിക്കുന്നത് ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇനി എപ്പോൾ ഈ കേസ് പരിഗണിക്കുമെന്നത് നമുക്ക് പറയാനും കഴിയില്ല. ചീഫ് ജസ്റ്റിസ് ആണ് അക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഈ കേസ് ഇനി എപ്പോൾ ലിസ്റ്റ് ചെയ്യണം, അതിന് എല്ലാ ജഡ്ജിമാരുടെയും ഈ ബെഞ്ചിലുള്ള 5 ജഡ്ജിമാരുടെയും സൗകര്യങ്ങൾ നോക്കിക്കൊണ്ടുള്ള ഒരു തീയതി ആയിരിക്കും തിരഞ്ഞെടുക്കുക. പക്ഷേ ഇത് ഭക്തർക്ക് നിരാശ എന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് സർക്കാരും ദേവസ്വം ബോർഡും ഒട്ടും ആഗ്രഹിക്കാനും ഇടയില്ലല്ലോ ഉണ്ണി. കാരണം ഇനിയും മാസപൂജകൾക്കായി ശബരിമല നട തുറക്കും, ഇതുപോലത്തെ സാഹചര്യങ്ങളുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി നിലനിർത്താൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ സമരരംഗത്ത് തുടരുന്ന BJP, ഈ നിലയിലൊക്കെയുള്ളൊരു സാഹചര്യവും തുടരുന്ന ഒരു തലവേദന സർക്കാരിനെ സംബന്ധിച്ചുകൂടിയുണ്ട്.
ശരത്, തീർച്ചയായും ഒരുപക്ഷെ സർക്കാരും എല്ലാവരും ഈ 22-ാം തീയതി ഉറ്റുനോക്കിയിരുന്നത് ഈ വിധി ഏതെങ്കിലും തരത്തിൽ മറിച്ചാവാൻ സാധ്യതയുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ തീരുമാനിക്കുകയും അന്നേ ദിവസം വേണമെങ്കിൽ നോട്ടീസ് അയക്കുകയും ചെയ്യാം കോടതിക്ക്. അങ്ങനെയാണെങ്കിൽ ഈ വിധി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു കണക്കുകൂട്ടൽ അല്ല എങ്കിൽ ഈ വിധി അതേപടി നിലനിൽക്കുന്നു, ഹർജികളെല്ലാം തള്ളുന്നു എന്ന കോടതിയുടെ തീരുമാനം, ഈ രണ്ട് തീരുമാനങ്ങളിൽ ഒന്നാണ് അന്നേ ദിവസം പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല കേസിന്റെ ഭാവി ഏത് തരത്തിലാകും, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം ഇത് ഉന്നയിക്കപ്പെടാനുള്ള സാധ്യത എങ്ങനെയാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്നേ ദിവസം വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 22-ാം തീയതി കേസ് വരുന്നില്ല, ഇനി ഈ കേസ് നീണ്ടുപോകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. വീണ്ടും നട തുറക്കുമ്പോൾ ഈ വിധി അതേപടി നിലനിൽക്കുമോ, കോടതിയുടെ പരിഗണനയ്ക്ക് വിഷയം എത്താതിരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുകയാണ്. അതായത് ശബരിമല വിഷയം അതേപടി തന്നെ നിലനിൽക്കുകയാണ് 22-ാം തീയതി കേസ് കോടതി പരിഗണിക്കാത്ത സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും ഈ കേസ് പരിഗണിക്കുക എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. കേവലം ഇത് പുനഃപരിശോധനാ ഹർജിയുടെ മാത്രം വിഷയമായിരുന്നില്ല, കോടതിയലക്ഷ്യ ഹർജികൾ ഉണ്ടായിരുന്നു, സംസ്ഥാന സർക്കാർ നൽകിയ സാവകാശ, ദേവസ്വം ബോർഡ് നൽകിയ സാവകാശ ഹർജി ഉണ്ടായിരുന്നു, ഹൈക്കോടതിയുടെ ഇടപെടലിനെതിരെ സർക്കാർ നൽകിയ ഹർജികൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഹർജികളുടെ വലിയൊരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു കോടതിയിൽ. ശരി ഉണ്ണികൃഷ്ണൻ, ഏതായാലും അഡ്വക്കേറ്റ് മാത്യു നെടുമ്പാറ സൂചിപ്പിച്ചതിൽ ഒരുപക്ഷെ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒക്കെയായി കേസ് പരിഗണിക്കുന്നത് നീങ്ങിപ്പോയേക്കാം, മാറിപ്പോയേക്കാം എന്നാണ് ഹർജിക്കാരുടെ അഭിഭാഷകൻ പോലും ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്.